ഹേ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു ചെറിയ യാത്രയിലാണ്. അപ്പോൾ യാത്രയുടെ ഇടയ്ക്ക് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത് വേറൊന്നുമല്ല, കുറച്ച് കമൻസ് ഒക്കെ ഒന്ന് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം, നമ്മളെ സൈഡിൽ നിന്ന് കുറച്ചൊരു ക്ലാരിറ്റി തരണം എന്ന് തോന്നി. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത്. അപ്പം ഈ ഒരു ടോപ്പിക്ക് ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സ്കിപ്പ് ചെയ്ത് പോകാമെന്നാണ് വേറെ വീഡിയോയിലായിട്ട്. ഇതൊരു എൻ്റർടൈനിങ് വീഡിയോ അല്ലെങ്കിൽ ഒരു യാത്രാ വീഡിയോ ഒന്നുമല്ല, നമ്മുടെ സ്ഥിരം വീഡിയോ കണക്കത്തെ ഒരു വീഡിയോ ഒന്നുമല്ല. നിങ്ങളടുത്ത് കുറച്ച് പേഴ്സണലി കുറച്ച് നിങ്ങളായിട്ട് കുറച്ച് ഇൻട്രാക്ട് ചെയ്യണം, കുറച്ച് കമൻസിനൊക്കെ റെസ്പോണ്ട് ചെയ്യണം. പെട്ടെന്ന് നമുക്ക് മാറ്ററിലോട്ട് വരാം. വേറെ ഒന്നുമല്ല, നമ്മൾ റീസെൻ്റ്ലി ഇപ്പം കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും. ദ ബിഗ്ഗസ്റ്റ് സ്കാം 2025, ഇല്ലെങ്കിൽ ഞാൻ ഒരു ഫോർച്യൂണർ വാങ്ങിച്ച് പിന്നെ എനിക്ക് പൂര തെറിവിളിയും അല്ലെങ്കിൽ ട്രോൾ വീഡിയോയും അതൊരു കുറേ ആൾക്കാരിലോട്ട് ആ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യം മുതൽ നമ്മുടെ ഫാമിലി ആദ്യം മുതൽ അല്ലെങ്കിൽ ഒരു 100K അല്ലെങ്കിൽ 200K അന്ന് തൊട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം, ഈ ഒരു ഇഷ്യൂ ജനറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി ഇഷ്യൂ കോണ്ടൻ്റ് ആക്കിയിട്ട് അതിൽ നിന്ന് അരി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്കില്ല. നെഗറ്റീവ് വ്യൂസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയല്ല നമ്മളാരും. അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ചാനലിൽ അന്നും അച്ഛനും അമ്മയും കൊച്ചും നമ്മളെല്ലാവരുമായിട്ടും ചെയ്യുന്ന വീഡിയോയിലും പിന്നെ മൃദുല വന്നപ്പോഴായിക്കോട്ടെ നമുക്കൊരു ആവറേജ് ആയിട്ടുള്ളൊരു വ്യൂസ് ഉണ്ട്. അപ്പം ഒരു നെഗറ്റീവ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് റീച്ച് ആവേണ്ട ഒരു ആവശ്യമില്ല. അത് നമ്മളെ ജെന്യുവനായിട്ട് നമ്മളെ സ്നേഹിക്കുന്നവർക്കും ആദ്യം മുതൽ നമ്മളെ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ റീസെൻ്റ്ലി ഇപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പോക്ക്. നമ്മൾ ആ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തതാണ്, നമ്മളിത് സ്ക്രിപ്റ്റ് എഴുതിയാണ് എന്നൊക്കെ പറഞ്ഞുള്ള സംസാരങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസാണ് വരുന്നത്. ഈ ഒരു സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു. ഞാൻ എൻ്റെ Q&A പറഞ്ഞ കണക്ക് ഇതൊക്കെ ഒരു ദുസ്വപ്നം പോലെ മറന്നു കളയാനാണ് എനിക്ക് ഇപ്പോഴും ആഗ്രഹം. എനിക്കിനി അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. ഈ മൃദുലയുടെ അച്ഛൻ നമ്മളെ വിട്ട് പോയതിന് ശേഷമാണ് നമ്മളെല്ലാവരും ഒന്നിച്ചതും അല്ലെങ്കിൽ ആ ഒരു പിണക്കങ്ങളൊക്കെ അങ്ങ് മാറിയതും ആ ഒരു മരണത്തിന് ശേഷമാണ്. അപ്പം അത് മനസ്സിലാക്കാൻ പറ്റാവുന്നവർക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. ഒരു മകൻ എന്നുള്ള രീതിയിൽ എനിക്കപ്പോൾ അച്ഛൻ്റെ ഒരു വിടവാങ്ങലും കൂടി ആയപ്പോൾ നമ്മളെ ജീവിതമൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു ഉറപ്പായിട്ടും തിരിച്ചറിവ് എനിക്കുണ്ടായി. മനസ്സിൽ നിന്ന് ഒരു പിണക്കവും ഒരു വാശിയും ദേഷ്യവും ഒക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോയതും അതിലൊക്കെ പിന്നീട് ഞാൻ എല്ലാവരോടും സഹകരിച്ചതും മിണ്ടിയതും ഒക്കെ അതുകൊണ്ടാണ്. അപ്പം അതിന് മുമ്പ് വരെ വന്നത് അല്ലെങ്കിൽ ആ മിണ്ടാതിരുന്ന കുറേ നാളുകൾക്ക് മുമ്പ് വന്ന കമൻസ് ഇങ്ങനെയായിരുന്നു: അച്ഛനും അമ്മയോടും സ്നേഹമില്ലാത്തവൻ, ആരോടും ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാത്തൊരു മകൻ, വൈഫിൻ്റെ വാക്ക് കേട്ട് പോകുന്ന ഒരുത്തൻ എന്നൊക്കെ പറഞ്ഞുള്ള ചീത്തവിളിയായിരുന്നു എനിക്ക് അന്ന് വരെ. മിണ്ടി കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സംസാരം എന്ന് പറയുമ്പം ഇതെല്ലാം നാടകം. അപ്പം മിണ്ടിയതാണോ പ്രശ്നം, മിണ്ടാതിരുന്നതാണോ പ്രശ്നം എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ശരിയാണ്, നമുക്ക് എല്ലാവരുടെയും വാ മൂടിക്കെട്ടാനൊന്നും സാധിക്കത്തില്ല. ഇതൊരു സോഷ്യൽ മീഡിയയാണ്. എല്ലാവർക്കും എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വമായിരിക്കും, ഓരോ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും. അതിനെയൊക്കെ മാനിക്കണം. പക്ഷേ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പം എന്തിനാ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ തോന്നാറുണ്ട്. വേറൊരു ആൾക്കാർ പറയണത് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഓഫ് കോഴ്സ് എല്ലാവരും യൂട്യൂബിൽ ഇപ്പം നമ്മളെ റിയാക്ഷൻ ചെയ്ത് എന്തോരം വീഡിയോസ് ഇട്ടിട്ടുള്ളത്. ആ ഒരു ഇഷ്യൂവിൽ എത്ര വീഡിയോ ആണ് ഞാൻ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ കാണാതിരുന്നിട്ടുള്ളത് എനിക്കറിയത്തില്ല. കാരണം അത്രമാത്രം ആ ഒരു ഇഷ്യൂവിൽ നമ്മളെ കോണ്ടൻ്റ് ആക്കിയിട്ട് എത്ര പേരാണ് റിയാക്ഷൻ വീഡിയോസും അല്ലാതെയും മുഖം കാണിച്ചും മുഖം കാണിക്കാതെയും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ സ്ട്രൈക്ക് ചെയ്യാം. എൻ്റെ കോണ്ടൻ്റ് എത്രയോ പേരെടുത്ത് ചെയ്യുന്നുണ്ട്. ഞാനൊരു 3-4 ചാനലിൽ ഞാൻ സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. മോശമായിട്ട് പേഴ്സണൽ രീതിയിൽ ഇപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ മൃദുലയെ മാത്രം അറ്റാക്ക് ചെയ്യണം എന്നില്ല, ആരോ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന പോലെ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഞാൻ സ്ട്രൈക്ക് കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ നമ്മളെ കുറ്റം പറയുന്നവർക്കോ നമ്മളെ മോശം പറയുന്നവർക്കോ ഇന്നേ വരെ ഞാൻ ഒരു രീതിയിലുള്ള സ്ട്രൈക്കും എൻ്റെ ചാനൽ വഴി കൊടുത്തിട്ടില്ല. അവർ ഉണ്ടാക്കട്ടെ പൈസ. ഞാൻ വീഡിയോ ഇടുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ? അതെ, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിക്കോട്ടെ മോണിറ്റൈസേഷൻ ഓണാക്കിയിട്ടാണ് ഇടുന്നത്. പ്രശ്നം തീർന്നില്ലേ? ഈ ഒരു വീഡിയോ ഇടുന്നത് മോട്ടിവേഷൻ ഓണാക്കിയിട്ടാണ്. ഞാനല്ലാതെ നന്മോരമൊന്നും കളിക്കുന്നില്ല. ആ ഒരു ഇഷ്യൂ ഒന്നും ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്നോ ഒന്നും പ്രതീക്ഷിച്ച കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു വീഡിയോ എനിക്ക് ഇടേണ്ടി വന്നതാണ്. ഞാൻ ആരെയും ആദ്യത്തെ വീഡിയോ കണ്ടാൽ അറിയാം, അല്ലെങ്കിൽ ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുകയോ കുറ്റം പറയുകയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ആ ഒരു സാഹചര്യത്തിലോട്ട് നമ്മളെ കമൻസിലൂടെയും നമ്മളെ ഓഡിയൻസിലൂടെയൊക്കെ ഞാൻ അവിടെ എത്തിച്ചേർന്നതാണ്. അപ്പോൾ നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള ചോദ്യം കാരണം നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ഒരു ബ്ലോഗറാണ്. എന്നും നമ്മളെ കാണുമ്പോൾ മൃദുലയുടെ മുഖം ഒന്ന് മാറിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും എന്തോ ഒരു വിഷമമുണ്ടെന്ന്. അതേപോലെയാണ് നിങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മളെ മുഖത്തു നിന്നൊരു വിഷമം വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും മുമ്പേ മനസ്സിലാവും നിങ്ങൾക്കാണ്. എത്രയായാലും നിങ്ങളത് കണ്ടുപിടിക്കും, നിങ്ങളത് കമൻറ്റും ചെയ്യും. അപ്പോൾ അങ്ങനെ ആയി വന്നപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മനസ്സിലായി ഒരു പ്രശ്നം ഫാമിലിയിലുണ്ട്. കാരണം നമ്മൾ സ്ഥിരം വ്യൂവറായിട്ടുള്ള നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും. ഞാൻ എത്രയൊക്കെ ഒളിച്ചാലും ഞാൻ എത്രയൊക്കെ പറയാതെ വന്നാലും നിങ്ങൾക്കത് മനസ്സിലാവും. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ സത്യം പറഞ്ഞ് പറയേണ്ടി അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഫാമിലിയിൽ ഒരു വിള്ളൽ വന്നു എന്ന് എനിക്ക് പറയേണ്ടി വന്നതാണ്.
ആ ഒരു ഗതികേടിൽ പറയേണ്ടി വന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ ഒരു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോഴും നമ്മളെ ചാനലിൽ നിങ്ങളുടെ അടുത്ത് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തൊരു വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ചാനലിൻ്റെ ഒരു ഫേസായിട്ട് നിൽക്കുമ്പം അതിനൊരു മറുപടി തരാത്ത ഒരു വ്യക്തിയായിട്ട് ഇപ്പോഴും എങ്ങനെ നമ്മൾ ഈ ചാനലിൽ വീഡിയോ ഇട്ടുകൊണ്ട് മുമ്പോട്ട് പോവുക? അതിനൊരു മറുപടി ഞാൻ തരാതെ ഞാൻ എങ്ങനെ മുമ്പോട്ട് ഇട്ടുകൊണ്ട് പോവുക? പിന്നെ എനിക്കെതിരെ വന്ന അലിഗേഷൻസ് വന്നപ്പം എനിക്കത് പ്രൂവ് ചെയ്യേണ്ടി വന്നു. ഇതാണ് ഫാക്റ്റ്. അല്ലാണ്ട് ഒരു സ്ക്രിപ്റ്റഡോ അത് ഞാൻ റിപ്പീറ്റ് അടിച്ച് പറയുന്നില്ല. നമ്മളെ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവും, നമ്മളെ അറിയേണ്ടവർക്ക് അറിയാം, നമ്മളെ സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. മോണിറ്ററി ബെനിഫിറ്റിൻ്റെ ഒരു കാര്യം എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതെൻ്റെ പാഷനാണ്. ഈ ഡാൻസ് കളിക്കുന്നതും ഈ വീഡിയോ ചെയ്യുന്നതും ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പം നമുക്ക് ഇതിൽ നിന്നൊരു ഇൻകം കിട്ടുന്നുണ്ട്. പക്ഷേ അന്ന് ഈ ഒരു 3 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷം മുമ്പ് ഞാൻ തുടങ്ങിയ ആ ഒരു 3 വർഷക്കാലം എനിക്കിതിൽ നിന്ന് ₹1 എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എന്നിട്ടും ഞാൻ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഒരു യൂട്യൂബ് ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാരുണ്ട്. ഈ യൂട്യൂബ് ഇല്ലെങ്കിലും ജീവിക്കും, അധ്വാനിക്കാനുള്ള മനസ്സുണ്ട്. ഞാൻ ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ട്, അപ്പം പിന്നെ അക്കൗണ്ട്സിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ വേറെ ഏതെങ്കിലും പണിയെടുത്ത് എൻ്റെ കുടുംബം ഞാൻ പോറ്റിക്കോളാം. ആ ഒരു കാര്യത്തിൽ ആർക്കും ഒരു രീതിയിലുള്ള വിഷമം വേണ്ട. ഓക്കെ, ഇനി അടുത്തൊരു മാറ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്കാം പറഞ്ഞ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും. ബിഗ്ഗസ്റ്റ് സ്കാം 2025 എന്നൊക്കെ പറഞ്ഞേ. അപ്പം ശരിക്കും ആ വീഡിയോ ആണ് യഥാർത്ഥ സ്കാം. കാരണം സ്കാം എന്ന് പറയുന്നത് എന്താ? ഒരാളെ പറ്റിക്കുന്നതാണ് സ്കാം എന്ന് പറയുന്നത്. അതൊരു ഫിനാൻഷ്യലി ആയിക്കോട്ടെ, എങ്ങനെയായാലും നമ്മൾ ഒരാളെ പറ്റിക്കുന്നതാണ് സ്കാം. ഞാൻ ഒരു രീതിയിലും ഇന്ന് വരെയും ആരെയും പറ്റിച്ചിട്ടില്ല, ആരെയും പറ്റിച്ചും വീഡിയോ ഇട്ടിട്ടില്ല. ഒരു മിസ്ലീഡിങ് തംബ്ലൈനോ വീഡിയോയ്ക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു മിസ്ലീഡിങ് തംബ്ലൈനോ അല്ലെങ്കിൽ വീഡിയോയിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വീഡിയോ കാണിക്കലോ ഇന്നേ വരെ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടില്ല. നമ്മൾ വീഡിയോ ഓർഗാനിക്കലിയാണ്, എന്താണോ ആ കോണ്ടൻറ്റിലുള്ളത് അതാണ് നമ്മൾ തംബ്ലൈനായിട്ട് വെക്കാറ്. അത് തംബ്ലൈനായിട്ട് അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന അവരവർ ഇഷ്ടമാണ് കേട്ടോ. ചിലപ്പം മിസ്ലീഡിങ് തംബ്ലൈനൊക്കെ വെച്ച് വ്യൂസ് കൂട്ടുന്നത് അത് അവരവർ ഇഷ്ടം. ഞാൻ ആരെ കുറ്റം പറയുമല്ല, ബട്ട് ഞാൻ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്, കുറ്റമായിട്ടല്ല പറയുന്നത്. ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. നമ്മൾ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പം കണ്ടോ പ്രവീൺ അവരോട് ചെയ്തത് കണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ മിസ്ലീഡിങ് ആയിട്ടിരിക്കുന്നത് അല്ലേ, ചിലപ്പോൾ ആ ഒരു മാറ്റർ ആ വീഡിയോയിൽ കാണത്തില്ല. അതാണ് വേറൊരു കാര്യം. അപ്പോൾ ആ ഒരു സ്കാമിൻ്റെ കാര്യം എല്ലാവരും പറയുമ്പോൾ ഫോർച്യൂണർ എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര സ്വപ്നമാണ്. ഇപ്പം സത്യം പറഞ്ഞൊരു വിഷമം തോന്നുന്നുണ്ട്. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട ഒരു വണ്ടി വാങ്ങിച്ചിട്ട് അതിനെപ്പറ്റി അങ്ങനെ പറയുമ്പം ഞാൻ കഷ്ടപ്പെട്ടതിനൊരു വിലയില്ലാത്ത ഒരു സംഭവം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. അതൊരു ഭയങ്കര വിഷമമാണ് കേട്ടോ. കാരണം ഞാൻ അത്രയ്ക്കും ആഗ്രഹിച്ച് ഞാൻ സ്വപ്നം കണ്ട് വാങ്ങിച്ചൊരു വണ്ടിയാണ്. ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ഒരു ഡ്രീം ഞാൻ സ്വന്തമാക്കിയത്. ഇപ്പം അമ്പുവിന് 6 മാസമായി. ഇത് ഞാൻ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടോ, പക്ഷേ ഇങ്ങനെ കേൾക്കുമ്പോൾ ഉള്ളൊരു വിഷമത്തിൻ്റെ പുറത്ത് പറയുന്നതാണെന്ന് വെച്ചോ. അമ്പുവിന് ഇപ്പോൾ 6 മാസമായി. വീട്ടിലാണ്, നമ്മൾ വേറെ ആരുമില്ല. അമ്മ ഇടയ്ക്കിടയ്ക്ക് വരുമെന്നല്ലാണ്ട് നമ്മളാണ് എല്ലാ കാര്യവും മാനേജ് ചെയ്യുന്നത്. അമ്പുവിനെ നോക്കി വീഡിയോ എഡിറ്റ് ചെയ്ത് ഇത് ഷൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ പ്രൊമോഷൻ വരുമ്പോൾ അതും ഷൂട്ട് ചെയ്ത് ഇത് എഡിറ്റ് ചെയ്ത് ഒന്നിരാട് ഇടണമെന്നുണ്ടെങ്കിൽ അത് വളരെ കഷ്ടപ്പാട് തന്നെയാണ്. അതിൻ്റേതായിട്ടുള്ള ഹാർഡ് വർക്ക് ഉണ്ട്. ഏത് രീതിയിലും പൈസ ഉണ്ടാക്കാം എന്നുള്ള മെൻറ്റാലിറ്റി എനിക്കില്ല. എനിക്ക് അത്രത്തോളം ബെറ്റിംഗ് പ്രൊമോഷൻസിൻ്റെ മെയിലാണ് എനിക്ക് വരാറുള്ളത്. 4-5 മാസം കൊണ്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ട് ഉണ്ടാക്കുന്ന ഇൻകം എനിക്കൊരു ഒറ്റ വീഡിയോന്ന് എനിക്കൊരു ഓഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇവർക്ക് ഇവിടുന്ന് ഇത്ര ഇൻകം ഇങ്ങനെ നമുക്ക് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കുന്ന കാശാണത്. എന്നെ സ്കാം എന്ന് പറഞ്ഞാൽ വിളിച്ച ആ വീഡിയോയിൽ തന്നെ അവർ ആ ഒരു ബെറ്റിംഗ് പ്രൊമോഷൻ്റെ ഒരു ആപ്പിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ആരെയും പറ്റിച്ചോ, അല്ലെങ്കിൽ ആരുടെ പൈസ പിടിച്ച് വാങ്ങിച്ചോ, അല്ലെങ്കിൽ ഒരാളെ ഒരു ചതിക്കുഴി കൊണ്ടിട്ടോ, ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്തോ നമ്മൾ ഇന്നേ വരെ വീഡിയോ ചെയ്തിട്ടില്ല. ഒരു 2 വർഷം മുമ്പ് നമ്മൾ ഈ ഒരു യൂട്യൂബിലോട്ട് വരുന്ന സമയത്ത് ഞാൻ ബെറ്റിംഗ് പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. അന്ന് ഈ ഒരു ഇന്ത്യയിൽ നമ്മുടെ ഈ ഒരു ആപ്പൊന്നും ബാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇതൊക്കെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ എല്ലായിടത്തും അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ അതെൻ്റെ തെറ്റാണ്. നമ്മളെ സൈഡിൽ നിന്ന് നമ്മൾ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കണം. ഇപ്പോഴും അംഗീകരിക്കുന്നു. 2 വർഷം മുമ്പായാലും 4 വർഷം മുമ്പായാലും ഞാൻ ആ ബെറ്റിംഗ് പ്രൊമോഷൻ ചെയ്തത് എൻ്റെ മിസ്റ്റേക്കാണ്. പക്ഷേ അതിനുശേഷം അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രവീണെ നീ ഇത് ചെയ്യരുത്, ഇതൊരു ബാഡ് ഇൻഫ്ലുവൻസ് ആണ്, മറ്റുള്ളവരുടെ ഫിനാൻഷ്യൽ നമുക്ക് തകർക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്, അതുകൊണ്ട് ഇത് ചെയ്യരുത് എന്നെൻ്റെ തലയ്ക്ക് ആ ഒരു ബോധം വന്നു. ഇന്നേ വരെ ഇപ്പം 2 കൊല്ലമായി ഇന്നേ വരെ ഒരു രീതിയിലുള്ള ബെറ്റിംഗ് പ്രൊമോഷനും വലിയ എമൗണ്ട് എനിക്ക് ഓഫറിന് വന്നിട്ട് പോലും ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സ്കാം എന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നവരുടെ തന്നെയാണ് ഇല്ലീഗലായിട്ടുള്ള ആപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ ആ വീഡിയോയിൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. സോ നമ്മളെ കൂടെ നിന്നവർക്കും സ്നേഹിച്ചവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മളെ മനസ്സിലാക്കുന്നവർക്ക് ഒരുപാട് സ്നേഹം മാത്രമേ ഉള്ളൂ. ഒരാളുടെ ഡ്രീമിൽ നമ്മൾ ഹാപ്പി ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സക്സസ്സിൽ നമുക്കും ഒരംഗമായിട്ട് നിന്ന് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ വളരെ നന്മ നിറഞ്ഞ മനസ്സാണ്. എനിക്കൊരു പ്രിയപ്പെട്ട ഒരാളുടെ സക്സസ് കാണുമ്പോൾ, അവരുടെ ഉയർച്ച കാണുമ്പോൾ അതിൽ എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. പക്ഷേ വേറൊരാളുടെ സക്സസ്സിൽ ഇച്ചിരി പിരിമുറുക്കോ
ഇച്ചിരി വിഷമവും ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്. ഒരാൾ നന്നാവുന്നത് ഒരാൾക്ക് ഇഷ്ടമല്ലാതാവുന്നത് എന്തോ ഒരു മാനസിക പ്രശ്നമാണെന്ന് എനിക്ക് പറയാറുള്ളൂ. അപ്പോൾ നമുക്ക് പല രീതിയിൽ ചിന്തിക്കും, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണെന്ന്. അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. മറ്റുള്ളവരുടെ സക്സസ്സിൽ നിങ്ങളും ഹാപ്പിനെസ് കണ്ടെത്താൻ നോക്കൂ. നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കുള്ളത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അതുപോലെ തന്നെ വേറൊരു സംസാരിക്കുന്നതാണ്, ഇപ്പോഴത്തെ നമ്മളിപ്പം ഞാൻ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് പോയി, അല്ലെങ്കിൽ കുഞ്ഞിന് ചോറൂണിന് എല്ലാവരും വന്നു, അപ്പോൾ എവിടെയും മൃദുല എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതെൻ്റെ ബ്ലഡ് റിലേഷനാണ്. ഇപ്പോൾ എന്തൊക്കെ പ്രശ്നം വന്നാലും ചിലപ്പോൾ ഞാനത് മറക്കും അല്ലെങ്കിൽ മുമ്പോട്ട് പോകും. പക്ഷേ അങ്ങനെ എന്നെപ്പോലെ അവളും ചേഞ്ച് ആവണമെന്ന് നമുക്കൊരിക്കലും അവരെ ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അതെങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഞാൻ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ സംസാരിക്കുന്നില്ല. ആരും ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ അവളുടെ തീരുമാനത്തെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു ഇപ്പോഴും. അതൊക്കെ ടൈം എടുക്കും. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിനൊക്കെ എല്ലാം ഒരു ട്രാക്കിലാക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാനും ശ്രമിക്കുന്നുണ്ട്. അപ്പം കുടുംബമല്ലേ, അപ്പം ഇതിനിടയ്ക്ക് നിന്ന് ഞാനും കുറേ നോക്കുന്നുണ്ട്. എല്ലാം ഓക്കെ ആവും ഗൈസ്. ഞാൻ എൻ്റെ ഹോം ടൂറിലും പറഞ്ഞാണ് ഗൈസ്, നമ്മളിപ്പോൾ ഒരു വീട് വാങ്ങിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങിച്ചതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പൊങ്കാല വരുന്നതെന്ന്. ഇതൊന്നും ഒരു വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം ഞാൻ മാത്രമാണോ വീട് വാങ്ങുന്നത്, അല്ലെങ്കിൽ ഞാൻ മാത്രമാണോ ഒരു വണ്ടി വാങ്ങുന്നത്? ഇതൊക്കെ നമുക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ട സംഭവമല്ലേ. ഇതൊക്കെ എന്ത് സംഭവമല്ല. ഇപ്പം എന്നെക്കാട്ടി എങ്ങായിട്ടിരിക്കുന്ന എത്ര പേര് ഇതൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട്, എത്ര പേര് സക്സസ് ആയിട്ടുണ്ട്. ഇതൊന്നും ഒരു ഞാനെന്നൊന്നുമല്ല. ഇപ്പോൾ ഒരു വീടൊക്കെ വാങ്ങുന്നത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് അടിസ്ഥാനമായിട്ട് എനിക്ക് വേണ്ടി വന്നപ്പോഴാണ് ഞാനത് വാങ്ങിച്ചത്. നമുക്ക് മഴ നനയാതെയും വെയിലടിക്കാതെയും കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് സന്തോഷമായിട്ട് ഒരു വീട്ടിൽ കഴിയണ്ടേ. വേറൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ കുഴപ്പമില്ല. അതിപ്പം ഒരു ടെക് റിലേറ്റഡോ അല്ലെങ്കിൽ ട്രാവൽ മാത്രം ചെയ്യുന്നൊരു വ്യക്തിയോ ആണെങ്കിൽ കുഴപ്പമില്ല. കാരണം അവരുടെ പേഴ്സണൽ ലൈഫ് നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയ ഇടുന്നില്ല. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മുടെ പേഴ്സണൽ ലൈഫാണ് നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. അപ്പം ഉറപ്പായിട്ടും ആൾക്കാർ പറയുന്നതിൽ നമുക്ക് അവരെ ഒന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ സൈഡ് ഇതണക്കൊന്നിരുന്ന് തെളിയിക്കണം എന്നല്ലെങ്കിൽ നമ്മൾ ഇതണക്ക് സംസാരിക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇപ്പോഴല്ലേ ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്കൊരു 40 വയസ്സിൽ ഈ വണ്ടി കിട്ടിയിട്ട് എനിക്ക് എന്തോ ചെയ്യാനാണ്? ഇപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി കിട്ടുമ്പോൾ നമ്മൾ നല്ല ആരോഗ്യമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പം ഈ ഒരു വണ്ടി കിട്ടുമ്പോൾ നമുക്ക് നല്ല യാത്രകളൊക്കെ ചെയ്ത് ഇതൊക്കെയല്ലേ ലൈഫിലെ ഹാപ്പിനെസ്. ഞാൻ അങ്ങനെ കരുതുന്നത്. അല്ലാണ്ട് വെറുതെ അവരും ചെയ്തതിൻ്റെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അതും കൂട്ടി ഇതും കുറച്ച് പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇരുന്ന് ചകഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു കാര്യമില്ല. നമ്മൾ മുമ്പോട്ടുള്ള കാര്യം നോക്കുക, ഹാപ്പി ആയിട്ട് പോവുക, കുടുംബമായിട്ട് കുഞ്ഞുമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക, അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു വണ്ടിയുടെ പുറത്ത് ഇത്രയും ഒരു അലിഗേഷൻസ് വന്നപ്പം എനിക്ക് സഹിച്ചില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇട്ടത്. ഇല്ലെങ്കിൽ ഞാനിത് മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയേനെ മുമ്പോട്ട്. പിന്നെ അതുമാത്രമല്ല, എർട്ടിക്ക നമ്മൾ കൊടുത്തപ്പം കുറേ പേര് ഞാൻ ഷോർട്സ് ഇട്ടപ്പോൾ അതിനടിയിൽ കമൻറ്റ് ചെയ്ത് എന്തിനാണ് എർട്ടിക്ക കൊടുത്തത്, അച്ഛൻ്റെ ഒരു ഓർമ്മയ്ക്ക് അത് കൊടുക്കണ്ടായിരുന്നല്ലോ എന്ന്. നമുക്ക് വണ്ടി ഇടാൻ വേണ്ടി വീട്ടിൽ സ്ഥലമില്ല. ഇപ്പം ബലീന ഉണ്ട്, ഫോർച്യൂണറുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഈ ഒരു വണ്ടി വെച്ച് ഞാനത് പുറത്തിട്ട് നശിപ്പിക്കേണ്ടി വരും. ഇപ്പം തന്നെ ബലീനോ മഴയത്ത് കിടന്ന് സത്യം പറഞ്ഞ് മഴയും വെയിലും എല്ലാം കൊണ്ട് കിടക്കുകയാണ്. അതുപോലെ തന്നെ എനിക്കും ആ വണ്ടിയോട് അച്ഛന് കൊടുത്ത വണ്ടിയല്ലേ, പിന്നെ എനിക്കത് ഉപയോഗിക്കാനും എനിക്കൊരു മനസ്സ് വരുന്നില്ല. എന്തോ ആ വണ്ടി കാണുമ്പം കൂടുതൽ വിഷമമാണ് എനിക്ക് തോന്നാറ്. ആ വണ്ടിക്ക് അത് കയറിയിരിക്കുമ്പോഴും എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി എനിക്ക് എവിടുന്നോ എനിക്കിങ്ങനെ ഒരു വരുന്നു. എനിക്ക് അച്ഛന് കൊടുത്തതല്ലേ വീണ്ടും ഞാനത് ഓടിക്കുന്നു എന്നുള്ളൊരു ഫീല്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് മൃദുല തന്നെയാണ് പറഞ്ഞത് നമുക്കത് കൊടുക്കാം. പിന്നെ വണ്ടിക്ക് ചെറിയൊരു ഫിനാൻസ് ഉണ്ടായിരുന്നു. അപ്പം കിട്ടിയ എമൗണ്ട് കുറച്ച് ഫിനാൻസും അടച്ചു, ബാക്കി എമൗണ്ട് ഞാൻ അമ്മയ്ക്കും കൊടുത്തു. ഇതൊക്കെയല്ലേ കൈസ് നമ്മുടെ ലൈഫിലെ സന്തോഷം. നമ്മളെ കുടുംബം കുഞ്ഞിൻ്റെ ചോറൂണ് വന്നു, എല്ലാവരും വന്നു പങ്കെടുത്തു, എല്ലാവരും ഹാപ്പി ആയിട്ട് പോയി. ഒരാളെ മാറ്റി നിർത്തി മറ്റൊരാളെ വിളിച്ചു, അതൊരു സൈസ് എനിക്ക് അതിനോട് താല്പര്യമില്ല. അപ്പം എല്ലാവരും ഒരു ഫംഗ്ഷനിൽ സന്തോഷമായിട്ട് വരണം, സന്തോഷമായിട്ട് പങ്കെടുക്കണം, സന്തോഷമായിട്ട് പിരിയണം. എനിക്കതേ ഉള്ളൂ. നാളെ സമയത്തായാലും അങ്ങനെ തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിണക്കോ അതൊന്നും ഇല്ലാണ്ട് നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. അത് നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും ഒന്നിച്ചങ്ങ് ജീവിച്ച് പോവുക. അപ്പം എത്രയായാലും നമ്മൾ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ചെറിയ തട്ടലും മുട്ടലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം മാറി മാറി നിൽക്കുമ്പം അതിൻ്റേതായിട്ടുള്ളൊരു സ്നേഹമൊക്കെ കാണും, നിലനിൽക്കുമെന്നും. അപ്പോൾ നമ്മുടെ യാത്രാ വീഡിയോസൊക്കെ ബാക്ക് ടു വരുന്നതാണ് സുഹൃത്തുക്കളെ. അപ്പം ഈ ഒരു കമൻസ് വന്നപ്പം ചെയ്യാത്ത കുറ്റത്തിനെതിരെ ഇങ്ങനെ ആൾക്കാർ വെറുതെ ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പം അതിനൊരു മറുപടി തരണം എന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ്. അടിപൊളി യാത്രാ വിശേഷങ്ങളൊക്കെ നമ്മളെ പുറകെ വരുന്നതാണ് സുഹൃത്തുക്കളെ. സ്റ്റേ ട്യൂൺഡ്. നല്ല അടിപൊളി ഒരു സ്ഥലം കേട്ടോ, സൂപ്പർ, നല്ല പീസ്ഫുൾ, കാം, ക്വയറ്റ്. അതൊക്കെ വരുന്ന വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ലവ് യു ആൻഡ് ബൈ ഗൈസ്.